ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ മരുന്നൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ അടപ്പ് സൂക്ഷിച്ച് നമ്മൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് പൊട്ടി വരത്തില്ല. അപ്പോൾ ഇത് ലൂസായി തന്നെ പോകും അടപ്പ്. ഇവിടുത്തെ തന്നെ ഈ ഒരു ലോക്ക് കറക്റ്റ് പൊട്ടിയില്ലെങ്കിൽ ഈ കുപ്പിയുടെ അടപ്പ് ഇങ്ങനെ ഓടി ഓടി നടക്കും. അപ്പം അങ്ങനെ അഥവാ വരികയാണെങ്കിൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കുപ്പിയുടെ ഈ ഒരു വക്കിലുണ്ടല്ലോ, അവിടെ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യത്തേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ നമ്മൾ അടപ്പ് ഇപ്പൊ ലൂസ് ആണെങ്കിൽ കൂടെയും നല്ല ടൈറ്റായിട്ട് തന്നെ ആ കുപ്പിയുടെ അടപ്പ് അവിടെ ലോക്കായി ഇരിക്കും. അപ്പൊ മരുന്നൊന്നും വെളിയിൽ പോകത്തില്ല. അതാ ഇതുപോലെ ഇരിക്കും, ഇതുപോലെ നല്ല ലോക്കായിട്ട് ഇരിക്കും. അപ്പൊ ഇത് 2-1 ചുറ്റിയാൽ മതി. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തത് നമ്മുടെ വീട്ടില് കടുക്, എല്ലാ വീട്ടിലും കടുകുള്ള വീടാണ്. അപ്പോൾ കുറച്ച് കടുക് ഇതേപോലെ ഞാനിപ്പോൾ ഒരു 2-3 സ്പൂണ് കടുക് ഇതേപോലെ എടുത്തു. അപ്പോൾ ഇതുപോലത്തെ കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒരു ഇടികല്ല് വെച്ചിട്ട് ഇതിനൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഫൈൻ അങ്ങ് പൗഡർ ആവണമെന്നൊന്നും അല്ല പറയണത്. ഒന്ന് ജസ്റ്റ് കടുകിന്റെ തൊലി ഒന്ന് പൊട്ടി കിട്ടിയാൽ മതി. ഇതുപോലെ 1-2 പ്രാവശ്യം ഞെരിക്കുമ്പോഴത്തേക്കും കടുകൊന്ന് പൊട്ടിക്കിട്ടും. ഞാനിങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചതയണമെന്നൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഇതേപോലെ ഒരു ടിഷ്യൂലോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ ഒരു തുണിയിലോ ഇതേപോലെ ഈ ചതച്ച കടുകിനെ കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ ഇതുകൊണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് ഒരു പണസഞ്ചി പോലെ ഒന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇതിനെ ഒന്ന് കെട്ടണം. അപ്പോൾ ഇതിപ്പോൾ ഒരു പണസഞ്ചി പോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പം ബാത്റൂമിൽ വന്നിട്ട് നമ്മൾ ഈ ബാത്റൂമിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതേപോലെ ഇതിങ്ങനെ വെച്ചു കൊടുക്കണം. നമ്മളിപ്പം സോപ്പൊക്കെ വയ്ക്കുന്ന സ്ഥലത്തായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതേപോലെ ജനാലക്കരികിലോട്ടായാലും നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കണം. വെച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബാത്റൂം അടച്ചിട്ടിട്ട് നമ്മൾ തുറക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ അകത്തൊരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അപ്പൊ ഈ കടുകിന്റെ ഒരു ഇതുകൊണ്ട് ചതച്ച കടുകാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ല് വരില്ല. നിങ്ങൾ ബാത്റൂം അടച്ചിട്ടിട്ട് തുറക്കുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് വരില്ല. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ബാത്റൂം ഭയങ്കര മണമായിരിക്കും. ഇത് വെക്കണത് കൊണ്ടൊന്നും പ്രതീക്ഷിക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇത് കടുക് മാത്രമാണ്. അപ്പൊ മണത്തിനാണെങ്കിൽ ഇപ്പോ ഒരു തുണിയിൽ കുറച്ച് കംഫോർട്ട് വല്ലതും ഇതേപോലെ ഒന്ന് തൂകിയിട്ട് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് വച്ചിരുന്നാൽ ബാത്റൂമിന്റെ ആ ഒരു മണം എന്തായാലും കാണും. അപ്പൊ അടുത്തതായിട്ട് ഈ കടുക് കൊണ്ട് വേറെ ഒരു പ്രയോജനമുണ്ട്. നമ്മളിപ്പോ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് കുപ്പി കഴുകി വെച്ചിരുന്നാലും ഇത് തുറക്കുമ്പോഴത്തേക്കും ആ അച്ചാറിന്റെ ഒരു മണം അതിലെന്തായാലും കാണും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ചാറൊക്കെ കഴിഞ്ഞ കുപ്പിയാണെങ്കിൽ അതിലോട്ടും നമ്മൾ ഇതേപോലെ ആ കടുക് ചതച്ചതിനെ ഇതേപോലെ കുറച്ചിട്ട് കൊടുക്കണം. കുറച്ച് മതി. ഇട്ട് കൊടുത്ത ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. കുലുക്കി കൊടുത്തിട്ട് ഇതിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളിപ്പോൾ രാത്രിയൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ആ അച്ചാറിന്റെ മണം കംപ്ലീറ്റും വലിച്ചെടുത്തിരിക്കും ഈ കടുക്. പിന്നെ ഇത് കഴുകി കളഞ്ഞിട്ട് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. കുപ്പി ഉണക്കിയെടുത്താൽ മതി. ഇതും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.